അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർബലയുടെ ചരിത്രം 5-ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഇബ്നു മുൽജമിൻ്റെ വാളിന് ഇരയാകുന്നു. അദ്ദേഹം വഫാത്താകുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നു. ഈ സമയത്ത് തന്നെ അപ്പുറത്ത് മുആവിയയും ഭരണമേൽക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയയുമായി ഒരു കരാറിലെത്തുന്നു. അതിനുശേഷം ഭരണം മുആവിയയ്ക്ക് വിട്ടു നൽകുന്നു. മാസങ്ങൾക്ക് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കലർന്ന പാനീയം നൽകി വധിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഷഹീദാവുന്നു. അതിനുശേഷം മുആവിയയുടെ ഭരണകാലത്ത് യസീദിനെ തൻ്റെ പിൻഗാമിയായി നിയമിക്കുന്നു. ഇത് ഹസൻ റളിയല്ലാഹു അൻഹുവുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ലംഘനമാണ്. അതിനുശേഷം മുആവിയ മരണപ്പെടുന്നു. യസീദ് ഖലീഫയാകുന്നു. കുറേ ആളുകൾ ബൈഅത്ത് ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അതിനുശേഷം യസീദിന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പല രീതിയിലും ബന്ധപ്പെടുന്നു. യസീദ് സമ്മതിക്കുന്നില്ല. ഗത്യന്തരമില്ലാതെ മദീന വിട്ടു പോകേണ്ട സന്ദർഭത്തിലാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ പോയി ഒരുപാട് നേരം ദുആ ചെയ്തതിനു ശേഷം കുടുംബത്തോടും തൻ്റെ അനുയായികളോടുമൊത്ത് മദീന വിടുന്നു. ഈ സമയം കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ വിശ്വസ്തനായ മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലേക്ക് അയക്കുന്നു. ആദ്യമൊക്കെ കൂഫയിലെ ജനങ്ങൾ ബൈഅത്ത് ചെയ്തിരുന്നെങ്കിലും യസീദിൻ്റെ പുതിയ ഗവർണർ ഇബ്നു സിയാദ് എത്തുന്നു. ആദ്യമൊക്കെ ജനങ്ങൾ ബൈഅത്ത് ചെയ്തിരുന്നെങ്കിലും പുതിയ ഗവർണർ ഇബ്നു സിയാദിൻ്റെ ഇടപെടൽ മുസ്ലിം ഇബ്നു അഖീലിനെ പിന്തുണച്ചവരെല്ലാം പിന്മാറുന്നു. മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു സിയാദിൻ്റെ സൈന്യവുമായി ഒറ്റയ്ക്ക് പോരാടി ഷഹീദാവുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെട്ട സമയം മുസ്ലിമിൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് മുസ്ലിമിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ സംഘത്തിൽ നിന്ന് പിന്മാറുന്നവരോട് തിരിച്ചു പോകാൻ അനുവാദം നൽകുന്നു. ബാക്കി വരുന്ന അനുയായികളുമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഹുറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുന്നു. അവരെ കൂഫയിലേക്കും മദീനയിലേക്കും അല്ലാത്ത മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനു മുന്നേയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഹുറിൻ്റെ നിരീക്ഷണത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും സംഘത്തിൻ്റെയും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അറിയാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മരുഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു. സ്ത്രീകളും കുട്ടികളുമെല്ലാം ക്ഷീണിച്ച് അവശരാകുന്നു. പക്ഷേ യാത്ര നിലച്ചില്ല. കാരണം അവരുടെ യാത്രയുടെ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കൈകളായിരുന്നില്ല. അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു ഉത്തരവെത്തി. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൻ്റെ ഉത്തരവ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും വെള്ളവും സംരക്ഷണവും എളുപ്പത്തിൽ ലഭിക്കുന്ന സ്ഥലത്ത് താമസിപ്പിക്കരുത്. അദ്ദേഹത്തെ തുറന്ന മരുഭൂമിയിൽ തടഞ്ഞു നിർത്തുക. സ്ഥിതി കൂടുതൽ ഗൗരവമായി വരുന്നു. അങ്ങനെ ഹിജ്റ 61-ാം വർഷം മുഹറം മാസം 2-ാം തീയതി ഒരു വിശാലമായ മരുഭൂമിയിലേക്ക് അവർ എത്തിച്ചേർന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കി. വ്യത്യസ്തമായ മണൽപ്പരപ്പുകൾ, ചൂടുള്ള കാറ്റ്, നിശബ്ദത. അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചു. ചിലർ പറഞ്ഞു നൈനവ, മറ്റു ചിലർ അൽ ഖാദിരിയ. അങ്ങനെ മറ്റൊരാൾ പറഞ്ഞു ഇതിൻ്റെ പേര് കർബലയാണ്. കർബല എന്ന പേര് കേട്ട നിമിഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു നിശബ്ദനായി. അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പ്രകാരം ആ പേര് കേട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തുവെന്നാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞതായി ചിലർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇവിടെയാണ് നമ്മുടെ ആളുകൾ രക്തം ചൊരിയപ്പെടുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഒട്ടകങ്ങളിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി കൂടാരങ്ങളെല്ലാം സ്ഥാപിച്ചു. കുട്ടികൾ വിശ്രമിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ശത്രു സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ഹുറിൻ്റെ 1000 സൈനികർ മാത്രമായിരുന്നില്ല ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. കൂഫയിൽ നിന്ന് പുതിയ പുതിയ സംഘങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും പുതിയ സേന. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സമയത്തും യുദ്ധം ആരംഭിച്ചില്ല. അദ്ദേഹം വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിച്ചു. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മടങ്ങാം,
മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. പക്ഷേ കൂഫയിലെ ഭരണകൂടം ഇപ്പോൾ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്: നിരുപാധികമായ ബൈഅത്ത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല. അങ്ങനെ കർബലയിലെ ദിവസങ്ങൾ ആരംഭിച്ചു. ഒരു ഭാഗത്ത് ചെറിയ ഒരു കുടുംബം, മറുഭാഗത്ത് ആയിരക്കണക്കിന് സൈന്യം. കർബലയുടെ സമീപത്തു കൂടി ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല ജലപ്രവാഹമുള്ള നദി. ആ നദി അവരുടെ കൺമുന്നിലുണ്ടായിരുന്നു. കൂഫയിലെ ഗവർണർ ഉബൈദുല്ലാഹി ബിൻ സിയാദ് പുതിയ ഉത്തരവ് നൽകി: ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനും വെള്ളം നിഷേധിക്കുക. ആ നദിയിൽ നിന്നുള്ള ജലം അവരെ എടുക്കാൻ സമ്മതിക്കരുത്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിച്ചു. വെള്ളത്തിൻ്റെ ശേഖരം കുറയാൻ തുടങ്ങി. കൂടാരങ്ങളിലെ പാത്രങ്ങൾ ശൂന്യമായി. കുട്ടികൾ വെള്ളത്തിനായി ദാഹിച്ച് കരയാൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളുമെല്ലാം വെള്ളം കിട്ടാതെ ഏറെ വിഷമിച്ചു. ഇതെല്ലാം കണ്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം വേദനിച്ചു. അദ്ദേഹം യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു. സമയം കടന്നു പോകും തോറും നദിക്ക് ചുറ്റുമുള്ള സുരക്ഷ കൂടുതൽ ശക്തമാക്കി. കൂടാരങ്ങളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ. അവിടെ ഉണ്ടായിരുന്ന ഓരോ ഹൃദയവും തകരുകയായിരുന്നു. സഹോദരി സൈനബിനെ നോക്കി, കുട്ടികളെ നോക്കി, അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ. കാരണം ഈ പരീക്ഷണം മനുഷ്യരുടെ അതിരുകൾ കടന്നിരുന്നു. ഇപ്പോൾ ശത്രു സൈന്യം പൂർണ്ണമായി സജ്ജമായിട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് സൈനികർ, വാളുകൾ, കുന്തങ്ങൾ, കുതിരപ്പട എല്ലാം തയ്യാറായിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ചെറിയ സംഘം, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, വിശ്വസ്തരായ കുറച്ച് അനുയായികളും. അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ചരിത്രരേഖകളിൽ വ്യത്യസ്ത കണക്കുകളായിരുന്നെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്നത് വളരെ ചെറിയൊരു സംഘമായിരുന്നെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കാര്യം മനസ്സിലാക്കി: നാളെ എന്ത് സംഭവിക്കുമെന്ന്. യുദ്ധം സംഭവിച്ചേക്കാം, പലരും ഷഹീദാകാം. അപ്പോൾ അദ്ദേഹം തൻ്റെ എല്ലാ അനുയായികളെയും ഒരു കൂടാരത്തിലേക്ക് വിളിച്ചു. അവരുടെ മുന്നിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു: എൻ്റെ കൂട്ടുകാരെക്കാൾ നല്ല കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കുടുംബത്തെക്കാൾ വിശ്വസ്തമായ ഒരു കുടുംബത്തെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നിശബ്ദമായി നിന്ന് കേട്ടു. പിന്നെ അദ്ദേഹം തുടർന്നു: നാളെ അവർ എന്നെയാണ് ലക്ഷ്യമിടുന്നത്, നിങ്ങളെ അല്ല. അതിനാൽ നിങ്ങൾക്ക് പോകാം. ആ വാക്കുകൾ കേട്ടപ്പോൾ കൂടാരത്തിലെ നിശബ്ദത ആഴത്തിലായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു: രാത്രിയുടെ ഇരുട്ട് നിങ്ങളെ മറച്ചുകൊള്ളട്ടെ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കുടുംബത്തിലെ ഒരാളെ കൂട്ടി ഇവിടെ നിന്ന് പോകൂ. ഞാൻ നിങ്ങളോട് അതൃപ്തനാകില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളെ സുരക്ഷിതരാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം എഴുന്നേറ്റത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളെ വിട്ടു പോകണമെന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് ശേഷം ജീവിക്കാൻ വേണ്ടിയോ? അള്ളാഹു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് കാണിക്കരുത്. പിന്നെ എല്ലാവരും എഴുന്നേറ്റു. കൂടെയുള്ള എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. കൂടാരത്തിൽ കണ്ണീരുകൾ ഒഴുകാൻ തുടങ്ങി. അത് ഭയത്തിൻ്റേതായിരുന്നില്ല, വിശ്വസ്തതയുടേതായിരുന്നു. ഈ ലോകം വിട്ടു പോകേണ്ടി വരുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ പിന്നോട്ട് പോയില്ല. ആ കൂടാരത്തിലുള്ളവരെല്ലാം അന്ന് രാത്രി മുഴുവൻ ഇബാദത്തിലായി കഴിഞ്ഞു. നേരം പുലർന്നു. മുഹറം 10, ആഷുറയുടെ ദിവസം. ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസങ്ങളിൽ ഒന്ന്. ആ ദിവസം കർബലയുടെ മണൽപ്പരിപ്പിൽ ചരിത്രം എഴുതപ്പെടും. ത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചരിത്രം. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ വിവരിക്കാം.